ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ചിക്കൻ ഫ്രൈ ആണ്. നല്ല നാടൻ രീതിയിൽ എങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണാം. അപ്പോൾ എളുപ്പമാണ്, അന്ന് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ അൽസഫയുടെ ഫ്രോസൺ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് പുരട്ടി വെക്കാനാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, നല്ല കാശ്മീരി മുളക് പൊടി ഇട്ടാലും കുഴപ്പമില്ല. കുറച്ച് ഞാൻ ഫുള്ളായിട്ടുള്ള എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്, 4 ടീസ്പൂൺ. അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് 2 ടീസ്പൂൺ കുരുമുളക്. അത് നമ്മൾ മുഴുവനായിട്ടുള്ള കുരുമുളക് വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി സ്പൈസി ആയിരിക്കും. അപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക്. പിന്നെ ഒരു 5 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം, നല്ല മുഴുവനുള്ള പെരിഞ്ചീരകം. പിന്നെ 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത്. നമ്മുടെ നാടൻ വറ്റൽമുളകാണ്, അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതൊരു ടീസ്പൂൺ ഇടുക. അതുപോലെ പട്ടത്തൈര് 1 സ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ അരിപ്പൊടി. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 നാരങ്ങ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇടുക. അപ്പോൾ ഞാനും ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഈ നാരങ്ങ ഒഴിച്ച് പുളി ഉള്ളത് കൊണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ വിനീഗർ ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ എന്തായാലും ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ മുട്ടയുടെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ വറുത്തൊക്കെ എടുക്കുമ്പോൾ നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ളം നല്ലതാണ്. ജസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഒഴിച്ചിട്ടില്ല, ഒഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ കോൺഫ്ലവർ ഞാൻ ഇട്ടിട്ടില്ല, അത് 1/2 സ്പൂൺ ഇടേണ്ടതാണ്, ഞാൻ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പെല്ലാം നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വരഞ്ഞ് വെച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി പുരട്ടി അങ്ങ് എടുക്കുക. നല്ലോണം കൈ വെച്ചിട്ട് തന്നെ നന്നായി പുരട്ടി എടുക്കണം. ആ വരഞ്ഞ ഭാഗത്തൊക്കെ മസാല എല്ലാം പിടിക്കേണ്ട രീതിയിൽ നന്നായി അങ്ങ് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായി ചിക്കൻ നല്ല രീതിയിൽ അങ്ങ് ശരിക്കും അങ്ങ് പുരട്ടി വെക്കാം. അപ്പോൾ ചിക്കൻ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. മസാല എല്ലാത്തിലോട്ടും പിടിക്കാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 5 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുവാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ നാടൻ ചിക്കൻ ഫ്രൈ ആയതുകൊണ്ട് നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അത് നന്നായി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ല ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ആവിയൊക്കെ പറക്കുന്നുണ്ട്. അപ്പോൾ നന്നായി നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ തീയിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടുന്നവരെ നമുക്ക് തീ പയ്യെ ഒന്ന് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി തിളച്ച് ഒരു വശം അങ്ങനെ മുരിയാൻ പാകത്തിനായിക്കൊണ്ടിരിക്കുകയാണ്. പെരിഞ്ചീരകമൊക്കെ ഇട്ടുകൊണ്ട് അത് നല്ല ഭംഗിയാണ് ഇതിനകത്ത് കിടക്കണതാണ്.
നല്ല ടേസ്റ്റി ചിക്കൻ ഫ്രൈ ആട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതാ ചെറിയ ഭാഗം ഇതാകെ ഒന്ന് ജസ്റ്റ് ഇതാ മുരിഞ്ഞ് തുടങ്ങി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാം ഓരോന്നോരോന്ന് പയ്യെ പയ്യെ മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതാ ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റായിട്ട് ഇതാ ചിക്കൻ ഒരു 3/4 ഭാഗമായപ്പോൾ ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. ഒരു 3 വെളുത്തുള്ളി ചതച്ചിട്ടതാണ്. അത് പ്രത്യേക ടേസ്റ്റാണ്. അത് നമ്മൾ ചിക്കൻ ഫ്രൈ ആവാൻ ഒരു 3/4 ഭാഗമാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ആവാറാകുമ്പോൾ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഇതങ്ങ് കരിഞ്ഞ ചുവ വരും, കയ്പ്പ് ചുവ വരും. അപ്പോൾ അതിലും നല്ലത് 3/4 ഭാഗമാകുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇത് കഴിയാറാകുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് പച്ചമുളക് അതും ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇട്ട് അധികം ഇതാക്കരുത്, അധികം തീ കൂട്ടി കൊടുക്കുക. ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഭാഗത്ത് ഇട്ട് കൊടുക്കേണ്ടതാണിത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പയ്യെ നമുക്ക് കോരി കോരി എടുക്കാൻ പറ്റും. ആദ്യം ഫ്രൈ ചെയ്ത് നേരത്തെ ഇട്ട് കൊടുത്താൽ ഇതെല്ലാം കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതാ ജസ്റ്റ് ഇതാ എല്ലാത്തിലോട്ട് മസാലയൊക്കെ പിടിച്ച് വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലെല്ലാം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് കുറച്ച് കോരിയെടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ചിക്കൻ കോരി എടുക്കുമ്പോൾ. അപ്പോൾ ഈ ഇതിൽ കിടക്കുന്ന മസാലകൾ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. അപ്പോൾ അതെല്ലാം ഞാൻ എന്താ കോരി എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പം ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് പപ്പടം വറുത്ത് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യുന്ന രീതിയിലിടാം. പപ്പടമൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നത് നല്ലൊരു ചൂട് അപ്പത്തിൻ്റെ കൂടെയാണ്. ഇപ്പോൾ സോഫ്റ്റ് അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ അതാ കുറച്ച് ചിക്കൻ ഇങ്ങനെ എടുത്ത് അങ്ങ് കഴിക്കുവാണ്. ഭയങ്കര ടേസ്റ്റാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ടേക്ക് കെയർ.